വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഉമാദത്തിന്റെ വീട്ടിലേക്ക് കൃഷ്ണന്റെ കൂടെ വന്നിരിക്കുന്നത് പുഷ്പൻ ചേട്ടനാണ്. എന്നാൽ രാധ വരാത്തതിന്റെ കാരണം അന്വേഷിക്കുകയാണ് പൂർണിമ. രാധ വരാത്തത് കൊണ്ട് തന്നെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് അവർ. അഞ്ജലിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് അമ്മ ഇവൻ കമ്പനിയെ കുറിച്ച് മോള് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അച്യുതന്റെ സ്കൂളിലെ PTA പ്രസിഡന്റാണ് ഞാൻ. എന്നാൽ കൃഷ്ണൻ പറയുന്നുണ്ട് അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങൾ വന്നു, അതുകൊണ്ടാണ് അഞ്ജലിക്ക് വരാൻ സാധിക്കാഞ്ഞത്. അതെങ്ങനെ ശരിയാകും? എന്റെ മകളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ചടങ്ങാണ് വരാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിന്റെ പ്രാധാന്യം അതിന് നൽകിയേ പറ്റൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവന്റുകൾ നടത്തി അഞ്ജലിയേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പുഷ്പൻ ചേട്ടൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പുഷ്പൻ ചേട്ടൻ നടത്തി തരും, ഞാൻ ഗ്യാരണ്ടിയാണെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ പൂർണിമ പറയുന്നുണ്ട് ആ ഗ്യാരണ്ടി പറ്റില്ല ചേട്ടാ. ആ അഞ്ജലി ചേച്ചി മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഇവന്റ് നിങ്ങളെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. അതെ, ഞാൻ ആ കുട്ടിയുടെ ഫോണിൽ സംസാരിച്ചിരുന്നു. കൃത്യമായും വ്യക്തമായും മോള് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നു. നമുക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം തരികയും ചെയ്തതാണ് ആ കുട്ടി എന്ന് പൂർണിമയുടെ അമ്മ പറഞ്ഞപ്പോൾ പൂർണിമ പറയുന്നു, സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന എല്ലാ പ്ലാനുകളും പൊളിച്ച് അഞ്ജലി ചേച്ചി നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഉമാരത്തൻ പറയുന്നു, അതെ അതെ, പല കമ്പനികളും നോക്കിയതാണിവർ. പക്ഷെ അഞ്ജലിയോട് സംസാരിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയി. സാർ, അഞ്ജലി പോലെ തന്നെയാണ് പുഷ്പൻ ചേട്ടനും. സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ പ്രസാദ്. കേടില്ലാത്ത ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്ന ഒരാളല്ലേ നിങ്ങൾ. ഒരു ക്ലയന്റിന്റെ ആവശ്യം മനസ്സിലാക്കി കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെയും സെൻസിബിളായും സംസാരിക്കണം. ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് സംസാരിക്കുമ്പോൾ മാത്രമേ ഒരു കംഫർട്ട് കിട്ടൂ. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും സംസാരിച്ചാൽ ആ ഒരു കംഫർട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. അത് കേട്ട് പൂർണിമയുടെ അമ്മ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് കറക്റ്റ് ആണ്. അഞ്ജലി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവരെ ഈ ഇവന്റ് ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഇത്രയും പറഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് പോകുന്നു. മാധത്തൻ പറയുന്നുണ്ട്, സോറി മിസ്റ്റർ പ്രസാദ്, ഐ എം ഹെൽപ്ലെസ്. പൂർണിമ വളരെ നിർബന്ധമുള്ളൊരു കുട്ടിയാണ്. നിങ്ങളുടെ കമ്പനിയുമായി സഹകരിക്കണമെന്ന് അവൾ തീരുമാനിച്ചത് തന്നെ നിങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അതിന് ഒരേ ഒരു കാരണം അഞ്ജലി തന്നെയാണ്. അതിന് പകരം ആരെങ്കിലും കൊണ്ടുവന്ന് ഇവന്റ് നടത്താമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല. ഡോക്ടർ, ഇപ്പോ തൽക്കാലം നിങ്ങൾ ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കരുത്. ഞങ്ങളെല്ലാം ശരിയാക്കാം എന്ന് പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഉമാദത്തൻ പറയുന്നുണ്ട്, എന്ത് ശരിയാക്കാനാ? അഞ്ജലി വരാതെ ഒന്നും നടക്കില്ല. പുഷ്പൻ ചേട്ടൻ പറയുന്നു, അതും ശരിയാക്കാന്ന് പറഞ്ഞല്ലോ. പ്രസാദ് വീണ്ടും വരും അഞ്ജലിയോടൊപ്പം. ഇന്നത്തെ അസൗകര്യം നാളെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുന്നു. ശരി, എങ്കിൽ പിന്നെ ഒരുപാട് വെച്ച് താമസിക്കേണ്ട, സമയം കുറവാണ്. ഡോക്ടർ, ഞങ്ങൾ ഉടനെ തിരിച്ച് ബന്ധപ്പെട്ടോളാം. പോകുന്നു എന്ന് പറഞ്ഞ് പ്രസാദും പുഷ്പൻ ചേട്ടനും അവിടെ നിന്ന് പോവുകയാണ്. വളരെ നിരാശയോടെ തന്നെയാണ് കൃഷ്ണൻ പുഷ്പനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നത്. സ്കൂട്ടറിൽ കയറുന്നതിന് മുമ്പായിട്ട് പുഷ്പൻ കൃഷ്ണനോട് പറയുന്നു, സോറി പ്രസാദേ, നീ ഒന്നും വിചാരിക്കരുത്. അനിയത്തെ കാണിച്ച് ചേട്ടത്തെ കെട്ടിക്കുക എന്നൊരു പഴയ പഴഞ്ചൊൽ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ അഞ്ജലി ഉപയോഗിച്ച് ബിസിനസ് പിടിച്ചിട്ട് നീ എന്നെയും കൊണ്ട് വന്നാൽ വിവരമുള്ളവരെ സമ്മതിക്കോ? നീ തൽക്കാലം വണ്ടി എടുക്ക്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പുഷ്പൻ ചേട്ടൻ കൃഷ്ണനോടൊപ്പം കയറിയിരിക്കുന്നുണ്ട് സ്കൂട്ടറിൽ. ഒന്നും പറയാതെ തന്നെ കൃഷ്ണൻ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ വളരെ സങ്കടത്തോടെ ഉമ്മറത്ത് കൃഷ്ണന്റെ പാവയുമായിട്ടിരിക്കുകയാണ് രാധ. പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നു. പിന്നെ കുറച്ചു നേരത്തെ വീട്ടിലുണ്ടായ സംഭവങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു അനുഭവം ഇതുവരെ രാധയ്ക്ക് ഉണ്ടായിട്ടില്ല. അതാലോചിച്ചിട്ടാണ് ഇത്രയും ഒരു വിഷമം രാധയ്ക്ക് ഉണ്ടായത്. എനിക്കറിയില്ല എന്റെ കൃഷ്ണ, പരിചയപ്പെട്ട ദിവസം മുതൽ ഇന്ന് വരേക്കും ആദ്യമായിട്ടാണ് പ്രസാദേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. സത്യം പറഞ്ഞ പ്രസാദേട്ടന് അത്രയ്ക്കും ദേഷ്യം വരാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിയാതെ അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ എന്നെനിക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യണമെന്ന് ഞാനായിട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ, ഇങ്ങോട്ട് പറഞ്ഞ് കൂടെ കൂട്ടിയതല്ലേ. എന്നും എപ്പോഴും ഏൽപ്പിച്ച കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാലും അത് പറഞ്ഞു തന്നാ പോരെ, തിരുത്തിയാൽ പോരെ. പ്രസാദേട്ടൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടും എന്നെ ഒരു അന്യെ പോലെ എന്ന് പറഞ്ഞ് രാധ വീണ്ടും വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് സഹിക്കുന്നില്ല കൃഷ്ണ, കണ്ണ് നിറഞ്ഞു വരികയാണ്. ഇനിയെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള മനസ്സ് തോന്നിപ്പിക്കണം പ്രസാദേട്ടന്. എന്നെ സാക്ഷിയാക്കി ഞാൻ തിരുത്താൻ തയ്യാറാണ്. നീ വേണം പ്രസാദേട്ടനെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ. പിന്നെ ഞാൻ എന്റെ ബാല്യകാല സുഹൃത്തും ദൈവവുമായിട്ടാണ് കാണുന്നത്, എന്റെ എന്നത്തെയും പ്രിയപ്പെട്ടവൻ. നീ വേണം എന്നെ സഹായിക്കാൻ പ്ലീസ് എന്നൊക്കെ ആ കൃഷ്ണനോട് പറഞ്ഞ് കരയുകയാണ് രാധ. ശേഷം കാണിക്കുന്നത് ഭാരതിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറത്ത് നിൽക്കുകയാണ് മുരളി ഓട്ടോയുമായിട്ട്. ഇങ്ങനെ
അങ്ങനെ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. ആ സമയം ആരതി അവിടേക്ക് വരുന്നു. ഇയാളെന്താ ഇവിടെ? രാവിലെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ ജാടയായിരുന്നു. രാവിലെ താമസിച്ചു വന്നതിന് വായിലിരിക്കുന്നത് മുഴുവനും കേട്ടതാ. ഇപ്പൊ ഇവിടെ വന്ന് കാവല് കിടക്കാൻ ഇങ്ങേർക്ക് നാണക്കേടൊന്നും ഇല്ലേ? മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആരതി പോകാൻ തുടങ്ങിയപ്പോൾ മുരളി ആരതിയെ വിളിക്കുന്നു. ആരതി തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ എന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ പോകുന്നത് എന്ന് മുരളി ചോദിച്ചപ്പോൾ ആരതി പറയുന്നു, ഇയാള് പഴയ തിരുവിതാംകൂർ മഹാരാജാവല്ലേ? കണ്ട ഉടനെ പ്രജകൾ എല്ലാവരും കൂടി വന്ന് തൊഴുത് ആചാരം അർപ്പിക്കാൻ. മുരളി പറയുന്നു, രാജാവും മന്ത്രിയും ഒന്നും അല്ലെങ്കിലുമേ നിന്റെ കഴുത്തിൽ അറിയാതെ താലി കെട്ടിയവനല്ലേ ഞാൻ. ആരതി പറയുന്നു, അയ്യോ അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, ആളെ വിട് എന്ന് പറഞ്ഞ് ആരതി പോകാൻ തുടങ്ങിയപ്പോൾ മുരളി വീണ്ടും വിളിക്കുന്നു. ആരതി, നീ എന്താ ഓട്ടോയിൽ കയറാതെ പോകുന്നത്? ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നതല്ലേ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു, എന്തിനെ? ഞാൻ ആരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറയാതെ വന്ന് കാത്തു നിൽക്കാനും തുടങ്ങി. പുതിയ തരം പ്രേമനാടകമാണല്ലോ. എന്റെ ദുരുദ്ദേശമാണെന്ന് ആർക്കറിയാം? മുരളി പറയുന്നു, ദുരുദ്ദേശോ? നീ വേണ്ടാത്ത വർത്തമാനം ഒന്നും പറയല്ലേ. ഇയാൾ എന്താ എന്നെ മൂക്കിലേക്ക് വലിച്ചു കയറ്റോ എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, നീ രാവിലെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവഗണിച്ചിട്ട് പോയില്ലേ, അതിന്റെ ഒരു വിഷമമാണ്. അതുകൊണ്ടാ ക്ലാസ് കഴിയുന്ന സമയം നോക്കി ഇവിടെ കാത്തു കിടന്നത്. നിനക്ക് എന്നോടതില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ആരതി പറയുന്നു, അയ്യോ ആണോ? എന്നാ പിന്നെ ഞാനത് വരവ് വെച്ചിരിക്കുന്നു. രാവിലെ എന്നെ പെരുവഴിയിലല്ലേ ഇറക്കി വിട്ടത്, അതുകൊണ്ട് ഇനി അവിടെ തന്നെ വണ്ടിയിട്ട് കാത്തു നിന്നാ മതി, ഞാൻ വന്ന് കയറിക്കോളാം. അങ്ങനെ പറഞ്ഞ ആരതി പോകാൻ തുടങ്ങിയപ്പോൾ മുരളി ആരതിയുടെ കയ്യിൽ പിടിക്കുന്നു. ഇന്ന് വിട് മുരളിയേട്ടാ എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, നിന്നെ ഇവിടെ കൊണ്ട് വിടാൻ പറ്റുമെങ്കിലേ നിന്നെ കൊണ്ടുപോവാനും എനിക്കറിയാം, മനസ്സിൽ എനിക്ക് കയറാൻ എന്ന് ആരതി പറയുന്നു. വിടാൻ എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ആരതിയുടെ ഈ ശബ്ദം കേട്ടതും അവിടെ നിന്ന് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. വിടാനല്ലേ പറഞ്ഞത്, വെറുതെ ബലം പിടിക്കല്ലേ എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ആ സമയം അവിടെ നിന്ന് രണ്ടുപേര് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആരതി എത്ര ശ്രമിച്ചിട്ടും മുരളി കൈയിൽ നിന്ന് വിടുന്നില്ല. അവിടെ വന്ന ഒരാൾ ചോദിക്കുന്നു, എന്താടാ ഇവിടെ? എന്താടാ പട്ടാ പകല് നീക്കി പെൺപിള്ളേരെ ശല്യപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുവാണോ? എല്ലായിടത്തും കാണും ഇതുപോലെയുള്ള പൂവാലന്മാര്, മാനം മര്യാദയ്ക്ക് വഴി നടക്കുന്ന പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ. ഒരാൾ ചോദിക്കുന്നു, എന്താടാ മിഴിച്ചു നോക്കുന്നത്, മര്യാദയ്ക്ക് കൈയെടുക്കടാ. മറ്റു രണ്ടുപേരും ഇത് ശ്രദ്ധിക്കുന്നു. അവിടെ എന്തോ പ്രശ്നം നടക്കുവാണെന്ന് തോന്നല്ലോ, ബാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറ്റൊരാളെയും കൂട്ടി അവർ രണ്ടുപേരും ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം എന്ന് അതിലൊരാൾ ആരതിയോട് ചോദിച്ചപ്പോൾ ആരതി പറയുന്നുണ്ട്, ചേട്ടാ അത് പിന്നെ. മുരളി പറയുന്നു, എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാ, ഞങ്ങൾക്ക് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സംസാരിക്കായിരുന്നു. അതിനിടയിൽ നിങ്ങളാരും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് കേട്ട് നിന്ന ഒരാൾ പറയുന്നുണ്ട്, അത് ശരി, അപ്പോ കുടുംബ പ്രശ്നം നട റോഡിൽ വെച്ചല്ല തീർക്കേണ്ടത്, ഭാര്യമാരടുത്ത് ബലം പിടിക്കാനല്ല നോക്കേണ്ടത്, അടുപ്പത്തോടെ പെരുമാറാനാ നോക്കേണ്ടത്, മനസ്സിലായോടാ? എന്ന മറ്റൊരാൾ പറയുന്നു, ഈ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാലോ എത്ര മര്യാദക്കാരിയായ കുട്ടിയാണെന്ന്, ഇവന്റെ മുഖത്താണെങ്കിലോ ഒരു കള്ള ലക്ഷണമുണ്ട്. ഒരാൾ ചോദിക്കുന്നു, അല്ല എവിടെയാ മോളെ നിന്റെ വീട്, ഇതിന്റെ ഭർത്താവ് തന്നെയാണോ? അത് കേട്ട് ആരതി പറയുന്നു, ഏയ് അല്ല ചേട്ടാ എന്ന്. പെട്ടെന്ന് മുരളി ഞെട്ടലോടെ ആരതിയെ നോക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ, മോളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പൂവാലനാണല്ലേ ഇത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, എടി ഭയങ്കരി. നീയും വേറൊരാൾ പറയുന്നുണ്ട്, നീ മിണ്ടരുത്. ഇത് കണ്ടുകൊണ്ട് മറ്റു രണ്ട് സ്റ്റുഡൻസും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ഏട്ടാ ഇവിടെ പ്രശ്നമെന്ന്. ഇവൻ പട്ടാപകലി പെൺകൊച്ചിനെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാൻ നോക്കുവാണ്. മുരളി വീണ്ടും പറയുന്നു, എന്റെ പൊന്നു ചേട്ടന്മാരെ, സത്യമായിട്ടും ഇവളെന്റെ ഭാര്യയാണ്, വീട്ടിൽ വഴക്കായത് കൊണ്ട് ഇവള് സമ്മതിക്കാതെയാ. നിന്നോട് പറഞ്ഞതല്ലേടാ, ഈ പെങ്കുച്ചി പറഞ്ഞല്ലോ നീ ഇവളുടെ ആരുമല്ലെന്ന്. പെങ്ങള് പൊയ്ക്കോളൂ, ഇവനുള്ള ഡോസ് ഞങ്ങൾ കൊടുത്തോളാം എന്ന് അതിലൊരാൾ പറഞ്ഞപ്പോൾ താങ്ക്സ് കേട്ടോ, നിങ്ങളെയൊക്കെ ഈശ്വരനായിപ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് സന്തോഷത്തോടെ പറയുകയാണ് ആരതി. ഇപ്പോ ചെയ്ത കുറ്റത്തിന് ആവശ്യത്തിന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ആരതി പോകുന്നുണ്ട്. ആരതിയെ അവന്മാരെല്ലാം കൂടി തല്ലാനൊരുങ്ങുന്നു. മുരളിക്ക് പണി കൊടുത്ത ഒരു സന്തോഷത്തിൽ ആരതി അവിടെ നിന്ന് പോകുന്നുണ്ട്. മുരളിയെ എല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കൃഷ്ണന്റെ വീട്ടിൽ പൂജാമുറിയിലിരുന്ന വിളക്കൊക്കെ തുടച്ചു വെക്കുകയാണ് രാധ. കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട്. കൃഷ്ണനെ കണ്ടപാടെ രാധ എണീറ്റ് നിന്ന് കൃഷ്ണനെ ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ രാധ ഒന്ന് നോക്കിയതിനു ശേഷം കൃഷ്ണൻ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ പ്രസാദേട്ട എന്ന് രാധ വിളിക്കുന്നു. കൃഷ്ണൻ അവിടെ നിന്നിട്ട് വീണ്ടും രാധയെ നോക്കുന്നുണ്ട്. ദത്തൻ സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്തായി കാര്യങ്ങള്? അവർ തന്ന ഡ്രസ്സിന്റെ ഡിസൈൻസും മറ്റും നന്നായിട്ടുണ്ടോ? കാറ്ററിംഗിലോ ഫുഡിന്റെ ലിസ്റ്റിലോ മറ്റോ മാറ്റങ്ങൾ എന്തെങ്കിലും വേണോന്ന് പറഞ്ഞോ അവര്? എന്താ ഒന്നും മിണ്ടാത്തത്, എല്ലാം ഓക്കെ ആയില്ലേ അവിടെ എന്നൊക്കെ രാധ കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല.
നിതിൻ സാറിന്റെ വൈഫ് അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി തന്നുവിടാന്ന് പറഞ്ഞിരുന്നു, അത് വാങ്ങിച്ചില്ലേ എന്നൊക്കെ രാധ പറഞ്ഞപ്പോഴാണ് പുഷ്പൻ ചേട്ടൻ അവിടേക്ക് കയറി വരുന്നത്. ആ ഫയലിംഗ് തന്നേക്ക്, ഉള്ളിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിലുള്ള എല്ലാ സാധനങ്ങളും എവിടെ ചെന്നിട്ടായാലും ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. അതോർത്ത് ഇനി പ്രസാദ് ചേട്ടന് ടെൻഷൻ വേണ്ട എന്നും രാധ പറഞ്ഞപ്പോൾ പുഷ്പനെ നോക്കുകയാണ് കൃഷ്ണൻ. അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട് ഇവർ. ഒന്നും മിണ്ടാതെ കൃഷ്ണൻ ആ ഫയൽ അവിടേക്ക് വെച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു. വിഷമത്തോടെ ഒരു നോക്കി നിൽക്കുകയാണ് രാധ. ഉടൻ രാധ ആ ഫയൽ പരിശോധിക്കുന്നുണ്ട്. എന്താ പുഷ്പൻ ചേട്ടാ പ്രസാദേട്ടന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്നെ രാധ പറഞ്ഞതും പുഷ്പൻ പറയുന്നുണ്ട്, നീ വരാതിരുന്നത് വലിയ പ്രശ്നമായി മോളെ. അതിന്റെ ഒരു പ്രശ്നമാണ്, അതിന്റെ ഒരു വിഷമമാണ് പ്രസാദിന് ഇപ്പോ ഉള്ളത്. എന്താ പറയുന്നത്, എന്താ പ്രശ്നം എന്നൊക്കെ ഒന്നും അറിയാത്തത് കൊണ്ട് രാധ ചോദിക്കുന്നുണ്ട്. പ്രസാദ് രാവിലെ വല്ലാത്ത ഇറിറ്റേഷനിലും ടെൻഷനിലുമായിരുന്നു. പ്രസാദിനോട് അവര് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അത് കേട്ട് രാധ പറയുന്നു, അയ്യോ അവരൊക്കെ നല്ല മനുഷ്യരാണല്ലോ, ഇതുവരെ സൗഹൃദത്തിലും സന്തോഷത്തിലും മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ. അത് കേട്ട് പുഷ്പൻ പറയുന്നു, അതെന്തുകൊണ്ടാ മോളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അവർക്ക് അഞ്ജലി എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യമാണെന്ന് സത്യം പറഞ്ഞാൽ പ്രസാദ് പോലും ഇന്നാണ് അറിഞ്ഞിരുന്നത്. മോളെ ഒരാളെ കണ്ടിട്ടാണ് ഈ പരിപാടി നമ്മളെ ഏൽപ്പിച്ചതെന്ന് ദത്തൻ സാറ് മുഖത്ത് നോക്കി പറഞ്ഞു. പ്രസാദിന് അത് വലിയൊരു ക്ഷീണമായെന്ന് തോന്നുന്നു. രാധ പറയുന്നു, അയ്യോ അതെന്താ പ്രസാദേട്ടന്റെ കമ്പനിയല്ലേ, ആര് ചെന്നാലും അവർ ഒരുപോലെ വേണ്ടേ സഹകരിക്കാൻ. പുഷ്പൻ ചേട്ടൻ പറയുന്നു, ഓഹോ അതൊക്കെ പറയുമ്പോ പറയാം, അവർക്ക് മോളെ മാത്രം മതിയെന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യും. ഇത് കേട്ട് വിഷമത്തോടെ രാധ പറയുന്നു, ഷെടാ അത് കഷ്ടമായല്ലോ, പ്രസാദേട്ടന് വിഷമമായി കാണുമെന്ന് ഉറപ്പാ. പുഷ്പൻ പറയുന്നു, പിന്നെ ശരിക്കും വിഷമമായെന്നുള്ള കാര്യം ഉറപ്പല്ലേ. പുഷ്പൻ ചേട്ടാ അവിടെ എന്തെടുക്കുവാണ് എന്ന് കൃഷ്ണൻ ഉറക്കെ വിളിക്കുന്നുണ്ട്. ദാ വരുന്നു എന്ന് പറഞ്ഞ് പുഷ്പൻ കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നു. രാധ വിചാരിക്കുന്നു, ഈശ്വര ഇത് പുലിവാല് പിടിക്കുന്ന അവസ്ഥയായല്ലോ. പിന്നീട് കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിൽ മേഘനാഥൻ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് പണം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടേക്ക് ചിത്രകാരൻ വരുന്നുണ്ട്, കൂടെ മണിച്ചനും ഉണ്ട്. ചിത്രകാരൻ ആര്യയുടെയും മാരുതിയുടെയും ചിത്രം വരച്ചിട്ടുണ്ടാവും. അതുകൊണ്ടുള്ള വരവാണിത്. കത്തി ഉപയോഗിച്ച് സ്വന്തമായി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുകയായിരുന്നു മേഘനാഥൻ. ഇദ്ദേഹത്തെ കണ്ട ഉടൻ തന്നെ ആ കത്തിയും ഫ്രൂട്ട്സും അവിടെ വെച്ചതിന് ശേഷം കൈ അടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എണീറ്റ് വന്ന് നിൽക്കുകയാണ് മേഘനാഥൻ. പറഞ്ഞ സമയത്ത് തന്നെ വരച്ച ചിത്രവുമായി നിങ്ങൾ എത്തിയല്ലേ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ചിത്രകാരൻ പറയുന്നുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. നിങ്ങൾ ആവശ്യപ്പെട്ട 2 പെൺകുട്ടികളുടെയും ഇപ്പോഴത്തെ രൂപം ദേ വരച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചിത്രങ്ങൾ രണ്ടും മേഘനാഥനെ കാണിക്കാൻ തുടങ്ങുകയാണ് ചിത്രകാരൻ. കാണുന്നതിന് മുമ്പ് തന്നെ മേഘനാഥൻ പറയുന്നു, ബേഷ് ബേഷ് ബെലേ ബേഷ്, കണ്ടോ മണിച്ച എന്റെ കണക്ക് കൂട്ടൽ എത്ര കറക്റ്റ് ആണെന്ന്. ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് ഒരു ഉഗ്ര സ്ഫോടനം നടത്താൻ. രാധയുടെയും ആ 2 പെൺപിള്ളേരുടെയും ആരൂഢം കിടക്കണം നമുക്ക്. മേഘനാഥൻ ചിത്രകാരനോട് താങ്ക്സ് പറയുന്നു. ഈ മേഘനാഥൻ എന്നും നന്ദിയുള്ളവനായിരിക്കും, താങ്ക്സ് അലോട്ട് എന്നൊക്കെ ചിത്രകാരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചിത്രകാരനെ അത് ഇഷ്ടപ്പെട്ടില്ല. ആ കൈയെടുത്ത് മാറ്റുകയാണ് അദ്ദേഹം. ആർക്ക് വേണം നിങ്ങളുടെ നന്ദി, ആദ്യം ക്യാഷ് എന്നിട്ടും മതി ചിത്രം കൈമാറുന്നത്. ഞാനൊരു ചെകുത്താനാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. തന്നെ ഇനി ഒരിക്കലും കാണരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പിന്നെ ഈ പടം ഞാൻ വരച്ചു തന്നത് ചിത്രകല എന്റെ തൊഴിലായതുകൊണ്ട് മാത്രമാണെന്നും ചിത്രകാരൻ പറയുന്നു. മേഘനാഥൻ അത് കേട്ടിട്ട് പറയുന്നു, മതി മതി, നിങ്ങൾ ചെയ്ത തൊഴിലിന് എത്ര രൂപ വേണമെങ്കിലും ശമ്പളം ഞാൻ തരാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര അധിക പ്രസംഗം. ചിത്രകാരൻ ദേഷ്യത്തോടെ പറയുന്നു, അധിക പ്രസംഗമാണോ ആവശ്യത്തിനുള്ള പ്രസംഗമാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഈ കൈകളെ ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാണ് ഭൂമിയിലേക്ക്. അതുകൊണ്ട് എന്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്, താനല്ല. ഒരു പടത്തിന് 1 ലക്ഷം രൂപ വെച്ചല്ലേ താൻ ചോദിച്ചത്. വിദ്യാർത്ഥി കൊണ്ട് താൻ ചോദിച്ച എല്ലും കഷ്ണം വലിച്ചെറിഞ്ഞു തരാൻ മേഘൻ സാർ തയ്യാറായല്ലോ എന്ന് മണിച്ചൻ പറയുന്നു. മേഘനാഥൻ പറയുന്നുണ്ട്, ദേ ഇരിപ്പുണ്ട് നിന്റെ പണം, ആ 2 ലക്ഷം എടുത്ത് കൊടുത്തേക്ക് മണിച്ച. അതും വാങ്ങിച്ച് ചിത്രങ്ങളും മേപ്പിച്ച് വേഗം സ്ഥലം വിട്ടോണം. ഇനി മേലിൽ നീ എന്റെ കൺമുന്നിൽ വന്നേക്കരുതെന്നും മേഘൻ പറയുന്നു. അതെ, 2 ലക്ഷം ഉരുവയിൽ എന്നെ വിലക്കെടുക്കാനും നോക്കണ്ട ആരും. കഴിഞ്ഞ തവണ 3 ചിത്രങ്ങളാണ് ഞാൻ വരച്ചത്, അതെല്ലാം താൻ നശിപ്പിച്ചു. എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ വരച്ചതാണെന്നാ താൻ പറഞ്ഞത്, ഓർമ്മയുണ്ടല്ലോ അതൊക്കെ. നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ചിത്രങ്ങളുടെ പൈസ കൂടി ഇന്ന് നിങ്ങളെ കൊണ്ട് എണ്ണി വെപ്പിക്കും ഞാൻ. ഇപ്പോഴത്തെ 2ഉം അപ്പോഴത്തെ 3ഉം, അങ്ങനെ 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നേ പറ്റൂ. എങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഈ പെൺകുട്ടികളുടെ ചിത്രം നിങ്ങൾക്ക് കണി കാണാൻ തരൂ. മേഘനാഥൻ പറയുന്നു, ഓ അപ്പോ വെൽ പ്ലാൻ ചെയ്തിട്ടാണല്ലേ നിന്റെ വരവ്. സന്ദർഭം വെച്ച് ഒരു വിലപേശൽ. എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളാൻ അന്ന് നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ. പക്ഷേ ഇപ്പോഴത്തെ നിന്റെ ഈ വെല്ലുവിളിക്ക് ഞാൻ തല കുനിച്ചാൽ ഈ മേഘനാഥൻ ആണല്ലാണ്ടായി പോകും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ട് ആദ്യം പറഞ്ഞ തുകയും വാങ്ങി പോകാൻ നോക്ക്, പെട്ടെന്നാവട്ടെ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ തന്നെ ആ ചിത്രകാരൻ വീണ്ടും പറയുന്നുണ്ട്, നടക്കില്ല അത്.
ഫുൾ 5 ലക്ഷം എന്റെ ഈ കയ്യിൽ തരാതെ നിങ്ങളുടെ ഈ പടം പോലും ഞാൻ കാണിക്കില്ല. വെറുതെ കാണിക്കരുത് എന്നോട്. മേഘനാഥൻ പറയുന്നു, അതെ എനിക്കും അതാ നിന്നോട് പറയാൻ ഉള്ളത്. 1 രൂപ പോലും നിനക്ക് ഞാൻ അധികം തരില്ല അഹങ്കാരി. വരച്ച പടം ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോവാൻ നോക്ക്. ഭീഷണിയാണോ എന്ന് ചിത്രകാരൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ ഭീഷണി തന്നെയാ. അങ്ങനെ മേഘനാഥൻ ചിത്രകാരന്റെ അടുത്തേക്ക് വന്നപ്പോൾ ചിത്രകാരൻ അല്പം മാറി നിൽക്കുന്നു. മര്യാദയ്ക്ക് അത് ഇവിടെ വെക്കാതെ നീ ഈ മുറിയിൽ നിന്നും തിരിച്ചു പോകില്ല. സംശയമുണ്ടോ നിനക്ക് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ചിത്രകാരൻ പറയുന്നു, ഒരു സംശയമില്ല, താൻ ചതിക്കാൻ മടിയില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് പോയത്. ഇതിന്റെ മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് മേഘനാഥന്റെ മുന്നിൽ വെച്ച് തന്നെ ആ ചിത്രം വലിച്ചു കീറി എറിയുകയാണ് ചിത്രകാരൻ. അതുകൊണ്ട് തന്നെ ആര്യയുടെയും ആരതിയുടെയും ചിത്രം മേഘനാഥനെ കാണാൻ പോലും കഴിഞ്ഞില്ല. ഒരുപാട് നുറുക്കു കഷ്ണങ്ങളായി അത് മേഘനാഥന്റെ തലയിൽ കൂടി വലിച്ചെറിയുകയാണ് ഇദ്ദേഹം. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.